നമസ്കാരം. രാഷ്ട്രീയ ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുന്ന കാലമാണ് പൊതു തെരഞ്ഞെടുപ്പ് കാലം. പല വിഷയങ്ങൾ പൊങ്ങി വരികയും ചിലതൊക്കെ കുഴിച്ചു മൂടുകയും ചെയ്യുന്ന കാലഘട്ടം. എന്തായാലും കേരളത്തിലും ബംഗാളിലും അസമിലും ഉൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ CAA തന്നെയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലും CAA തന്നെയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. കാരണം പല സംസ്ഥാനങ്ങളിലും പല വിഷയങ്ങളും ചർച്ചയാക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലൊന്ന് സ്റ്റാച്യു ഓഫ് യൂണിറ്റി തന്നെയാണ്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ. ആ സമയത്ത് നിരവധി വിമർശകർ ഉയർത്തിയ ഒരു ചോദ്യമുണ്ട്. രാജ്യം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിനിടയിൽ ഇത്രയും രൂപ, കോടികൾ മുതൽ മുടക്കി എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിമ നിർമ്മിക്കുന്നതെന്ന്. അതിനുള്ള ചോദ്യം ഇപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി രാജ്യത്തിന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി 1.75 കോടിയിലധികം സഞ്ചാരികൾ സന്ദർശിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല ടിക്കറ്റ് വിൽപ്പനയിലൂടെ മാത്രം 2023 ഒക്ടോബർ വരെ 400 കോടി രൂപയിലധികം വരുമാനം ഉണ്ടായിട്ടുമുണ്ട്. നിലവിൽ ഈ കണക്ക് 500 കോടി കടന്നിരിക്കാമെന്നും കരുതുന്നുണ്ട്. എന്തായാലും പ്രതിമ നിർമ്മിക്കാൻ ചെലവായ 3000 കോടിയുടെ 1/6 ഇപ്പോൾ തന്നെ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 20 വർഷത്തിനുള്ളിൽ തന്നെ മുഴുവൻ തുകയും തിരികെ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയുമുണ്ട്. ഡിസംബർ 24-ാം തീയതി മാത്രം 80,000-ലധികം ആളുകളാണ് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി സന്ദർശിച്ചത്. ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റിക്ക് വികസനവുമായും ടൂറിസവുമായും മാത്രമാണോ ബന്ധമുള്ളത് എന്ന് ചോദിച്ചാൽ അതും അല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ നിറയുമ്പോൾ അവിടെ സർദാർ വല്ലഭായ് പട്ടേലും അതിനോടൊപ്പം നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയും കൂടി നിറയുന്നുണ്ട്. നമുക്കറിയാം, വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും. ഗാന്ധിജിയും പട്ടേലും ഗുജറാത്തുകാർ തന്നെയാണ് എങ്കിൽ പോലും ചരിത്രത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് മഹാത്മാഗാന്ധി മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് പട്ടേലിനെ ലോകത്തിന് മുന്നിൽ കൂടുതൽ പരിചയപ്പെടുത്തുക എന്നത് BJP ഒരു പ്രധാന രാഷ്ട്രീയ അജണ്ടയാക്കി മാറ്റിയതും. രാജ്യത്തിന് പുറത്തുള്ള പല പൊതുവേദികളിലും പട്ടേലിന്റെ സാന്നിധ്യം BJP കൊണ്ടുവന്നു. അതിനുശേഷം അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി നിർമ്മിക്കുകയും ചെയ്തത്. എന്തായാലും പട്ടേലിനെ ദേശീയ നായകനാക്കാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും മോദി സർക്കാർ ചെയ്യുന്നുമുണ്ട്. കോൺഗ്രസുകാരനായി ജീവിച്ച പട്ടേലിനെ എന്തിനാണ് BJP ഇത്ര കണ്ട് പുകഴ്ത്തുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇത്ര കണ്ട് ആദരിക്കുന്നത് എന്നതിനൊക്കെ ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് സമവാക്യങ്ങളുമായി കൃത്യമായ ബന്ധവുമുണ്ട്. നമുക്കറിയാം, പലപ്പോഴും പ്രധാനപ്പെട്ട പല നേതാക്കളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമര വഴികളിലൂടെ കടന്നു വന്ന പലരെയും നമ്മുടെ രാജ്യം വിസ്മരിച്ചിട്ടുണ്ട്. അവരൊന്നും ചരിത്ര താളുകളിൽ ഇല്ലതാനും. നിലവിൽ എന്തായാലും മോദി 3ാമത് ഒരിക്കൽ കൂടി അധികാരത്തിൽ വരുമ്പോൾ ഗാന്ധിജിയെ മാറ്റിയേക്കാം, ഒരുപക്ഷെ രാഷ്ട്രപിതാവിന്റെ സ്ഥാനത്ത് നിന്ന് തന്നെ അദ്ദേഹത്തെ മാറ്റിയേക്കാം എന്നൊക്കെ വിമർശകർ പറയുന്നുണ്ട്. അതൊരിക്കലും സാധ്യമല്ല. കാരണം ഗാന്ധിജി രാഷ്ട്രപിതാവാണ്. അദ്ദേഹത്തിന് പകരമാവാൻ ആർക്കും സാധിക്കുകയുമില്ല. പക്ഷേ ഗാന്ധിജിക്കൊപ്പം തന്നെ ഓർമ്മിക്കപ്പെടേണ്ട ചില ആളുകളുണ്ട്, ചില നേതാക്കളുണ്ട്. അതിൽ ഒരാളാണ് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ ഗാന്ധിജിയും സർദാർ വല്ലഭായ് പട്ടേലും സജീവമായി തന്നെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇത് ആർക്കൊക്കെ ഗുണമാവും, ആരെയൊക്കെ തിരിച്ചടിക്കും എന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം കണ്ടറിയാം. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.